നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് ആരായിരിക്കാം നമ്മുടെ അതിഥി? അഭിനേത്രി, അവതാരക, നർത്തകി, മറ്റാരുമല്ല, ബാലാമണിയായി നമ്മുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ നവ്യ നായർ. നവ്യയെ സ്വാഗതം ചെയ്യാം. നവ്യ നായർ, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്. നവ്യൻ്റെ JB ജംഗ്ഷനിലേക്ക് ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമില്ല, ഞങ്ങളെപ്പോലുള്ള സാധാരണ പ്രേക്ഷകരുടെ മനസ്സിൽ നവ്യക്കൊരു സ്ഥാനമുണ്ട്. അഹങ്കരിച്ചോ? ഇല്ല, അഹങ്കാരം ബേസിക്കലി ഉണ്ടെന്ന് എല്ലാവരും പറയാറുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് അഹങ്കരിക്കേണ്ടി വരാറില്ല. അടി മുതൽ മുടി വരെ അഹങ്കാരം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഇത്തിരി ജാടയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെന്താ എങ്ങനെ ജാട കാണിക്കണം സാറ് നവ്യ? അല്ല, ഞാൻ കാണിക്കുന്നതല്ല. എങ്ങനെയാ ജാടാന്ന് വിലയിരുത്തപ്പെട്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ കരിയറിൻ്റെ ആദ്യത്തെ സമയങ്ങളിലാണ് കൂടുതൽ അങ്ങനെ പറഞ്ഞു കേട്ടിരിക്കുന്നത്. നേരത്തെ ഈ പേടിയില്ല അല്ലെങ്കിൽ ഭയങ്കര കൂളാണ്, സന്തോഷമാണെന്ന് പറഞ്ഞ പോലെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരും. അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞു വിടും, അറിയാമെങ്കിലും എല്ലാത്തിനും ഉത്തരം എഴുതണം എന്ന്. അമ്മ ടീച്ചറായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോഴും ഇൻ്റർവ്യൂസിന് ആൾക്കാർ വിളിക്കുമ്പോൾ എനിക്ക് അറിയാവുന്ന ചോദ്യങ്ങളാണെങ്കിലും അറിയാത്ത ചോദ്യങ്ങളാണെങ്കിലും എനിക്കറിയാവുന്ന എന്തെങ്കിലുമൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ മറുപടി ഞാൻ പറയും. അപ്പോൾ ആൾക്കാർക്ക് അത് കേൾക്കുമ്പോൾ ഇപ്പം അങ്ങോട്ട് സിനിമയിലേക്ക് വന്നതേ ഉള്ളൂ, അതിനു മുമ്പ് ആധികാരികമായിട്ട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു എന്നുള്ളൊരു സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നാവുന്ന ഒരു ഇത് എന്നെക്കുറിച്ചും തോന്നിയിട്ടുള്ളതുകൊണ്ടായിരിക്കാം. അപ്പം നവ്യ അളക്കുമ്പോൾ നവ്യക്ക് അങ്ങനത്തെ ഒരു ജാടയൊന്നുമില്ല അല്ലേ? അല്ല, അത് പിന്നീട് ഗ്രാജുവലി ഇങ്ങനെ മാറി 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 കുറച്ച് ജാടയൊക്കെ ഉണ്ട് നവ്യക്ക്. താങ്ക് യു. ഉണ്ടായിരിക്കാം, എനിക്കറിയില്ല കേട്ടോ, ഞാൻ തന്നെ എങ്ങനെയാ പറയാ അഭിപ്രായം. നവ്യക്ക് ഭയങ്കര തിരക്കാണെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. നവ്യ ഇങ്ങനെ വിവാഹം കഴിച്ചു, സന്തോഷേട്ടനെ പരിപാലിക്കുന്നു, കുഞ്ഞിനെ പരിപാലിക്കുന്നു, ടെലിവിഷൻ ചാനലിൽ പോകുന്നു, നൃത്തം കളിക്കുന്നു, ഇടയ്ക്ക് എഴുതുന്നു, എല്ലാം കൂടി അങ്ങോട്ട് എന്താ പറയുക, ജീവിതത്തെ അങ്ങോട്ടൊരു ആർത്തിയോടെ അങ്ങ് സമീപിക്കുക. അങ്ങനെയൊന്നും ഇല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നൊരു ആഗ്രഹം ഇല്ല. ഇത് എഴുതിയത് സിനിമയിൽ ഉള്ളപ്പോൾ സംഭവിച്ചൊരു കാര്യമാണ്. കുറേ മണ്ടത്തരമൊക്കെ എഴുതി. പക്ഷേ ഡാൻസ് ചെയ്യുന്നത് നേരത്തെ പഠിച്ചതായതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ അവിടെ ബോംബെയിൽ ഞാൻ വീണ്ടും അത് പ്രാക്ടീസ് ചെയ്യുന്നു. ഇവിടെ വരുമ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു. പിന്നെ ബേസിക്കലി കൂടുതൽ സമയം മോനെ നോക്കാനും വീട്ടിലും തന്നെയാണ്, വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ടെലിവിഷനിലെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ മാസത്തിൽ കുറച്ച് ചേട്ടൻ തന്നെ അറിയാം, 2-3 ദിവസത്തെ ഷൂട്ടിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ അത് ആഴ്ചയിൽ വരുമ്പോൾ ആൾക്കാർക്ക് അങ്ങനെ കാണാൻ പറ്റുന്നു എന്നുള്ളതല്ലാതെ